വിധിക്കപ്പെട്ട താലി. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. മുഹൂർത്തമായി എന്ന് കാർന്നോരാരോ വിളിച്ചു പറഞ്ഞത് കേട്ട് ജയകുമാർ ഭാര്യ രാധയെ നോക്കി. രാധേ, മോളെ ഇറക്കിക്കൊണ്ടുവാ. രാധയും അനിയത്തി സുജയും അകത്തേക്ക് ചെല്ലുമ്പോൾ മീനുവും സുജയുടെ മക്കളായ ശോഭയും ശുഭയും മീനുവിൻ്റെയും നീനുവിൻ്റെയും കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ആ റൂമിലുണ്ടായിരുന്നുള്ളൂ. എവിടെ നീനു? മുഹൂർത്തമായി. അമ്മേ. മീനു രാധയുടെ മേലേക്ക് വീണ് ഏങ്ങി കരഞ്ഞു. എന്താടി, എന്താ നീ കാണിക്കുന്നത്? നീനു എവിടെ? അമ്മേ, ചേച്ചിയെ കാണാനില്ല. കാണാനില്ലെന്നോ? നീ എന്തൊക്കെയാ മീനു ഈ പറയുന്നത്? അവൾ എവിടെ പോകാനാ? മീനുവിൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് രാധ ആ റൂമിനുള്ളിലും ബാത്റൂമിനുള്ളിലും ഒക്കെ കയറി നോക്കി. ഒടുവിൽ തളർച്ചയോടെ കസേരയിലിരുന്നു. കുറച്ചു മുന്നേ വരെ ഞങ്ങളുടെ ഒപ്പം ഈ റൂമിലുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുന്നതിനായി ആ ചേട്ടൻ വന്ന് വിളിച്ചപ്പോൾ പുറത്തേക്കിറങ്ങി പോയതാണ്. ഫോട്ടോ എടുക്കുന്നതിന് ആര് വന്ന് വിളിച്ചു എന്നാ നീ പറയുന്നേ? നമ്മൾ ഏർപ്പാടാക്കിയ ഫോട്ടോഗ്രാഫർമാരൊക്കെ അവിടെ മണ്ഡപത്തിന് മുന്നിലല്ലേ നിൽക്കുന്നത്? പിന്നെ ആരാടി ഇവിടെ വന്ന് അവളെ വിളിച്ചു കൊണ്ടുപോയത്? രാവിലെ മുതലേ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടനാണ് വന്ന് വിളിച്ചത്. എൻ്റെ ഈശ്വര, എനിക്കറിയാൻ മേല. ജയേട്ടനോട് ഞാൻ എന്ത് പറയും? അപ്പോഴേക്ക് രാധയെ കാണാത്തത് കൊണ്ട് ജയകുമാർ അന്വേഷിച്ച് അകത്തേക്ക് വന്നു. നീ ഇവിടെ ഇരിക്കുവാണോ രാധേ? അവിടെ മുഹൂർത്തം കഴിയാറായി. പെണ്ണിനിറക്കാൻ എല്ലാവരും ബഹളം കൂട്ടുന്നു. ജയേട്ടാ, നീനുവിനെ കാണാനില്ലെന്നോ? തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. അവൾ എവിടെ പോകാൻ? ഇവിടെ തന്നെ കാണും. നോക്കടി അങ്ങോട്ട്. ജയനും ആകെ പരിഭ്രമത്തിലായി. പന്തലിനുള്ളിലും പുറത്തുമൊക്കെയായി ആ മുറുമുറുപ്പ് പെട്ടെന്ന് പടർന്നു. കല്യാണപ്പെണ്ണിനെ കാണാനില്ല. ചെറുക്കം കൂട്ടരുടെ കാതിലും ആ വാർത്ത പെട്ടെന്ന് തന്നെ എത്തിയതും ആകെ ബഹളമായി. കല്യാണപ്പെണ്ണിനെ കാണാനില്ല എന്നറിഞ്ഞതും വരൻ്റെ അച്ഛൻ ബഹളമുണ്ടാക്കി. ഇതിനിടയിൽ ജയൻ്റെ ബന്ധുക്കളിൽ ആരൊക്കെയോ ബൈക്കും എടുത്തുകൊണ്ട് കല്യാണ മണ്ഡപത്തിൻ്റെ പുറത്തേക്ക് അന്വേഷിച്ചു പോയി. പക്ഷേ അന്വേഷണം ഊർജിതമായി നടന്നതല്ലാതെ നീനുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യുമെന്ന ആലോചനയോടുകൂടി എല്ലാവരും ഇരിപ്പുറപ്പിക്കുമ്പോഴാണ് കയ്യിലൊരു ലെറ്ററുമായി ശുഭ വരുന്നത്. ഇത് അവിടെയുണ്ടായിരുന്ന ബാഗിലിരുന്ന ലെറ്ററാണ്. അവൾ ആ ലെറ്റർ ജയൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. ഞാനൊരാളെ സ്നേഹിക്കുന്നു. അയാളോടൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ശപിക്കരുത്. അച്ഛനും അമ്മയും എനിക്കായി കരുതിയ ഒന്നും തന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ല. റൂമിൽ ഈ ലെറ്ററിൻ്റെ കൂടെയുണ്ട്. അതൊക്കെ മീനുവിനിരിക്കട്ടെ. എന്നെ സ്നേഹിക്കുന്ന ഹരിയേട്ടന് എന്നെ മാത്രം മതി. എൻ്റെ സ്വർണവും പണവും ഒന്നും വേണ്ട. ഞങ്ങൾ പോകുന്നു. ശപിക്കരുതേ എന്നെ. ജീവേട്ടനെയും കുടുംബത്തെയും നാണം കെടുത്തണമെന്ന് കരുതിയതല്ല. പക്ഷേ സംഭവിച്ചു പോയി. എല്ലാവരോടും ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. ജയൻ്റെ കയ്യിലിരുന്ന ലെറ്റർ വിറച്ചു. ക്ഷണം സ്വീകരിച്ചു വന്ന നാട്ടുകാരും ബന്ധുക്കളും, അതിലേറെ തൻ്റെ മകൾ കാരണം തലകുനിച്ച് നിൽക്കേണ്ടി വന്ന ഒരു കുടുംബം. ഇതൊക്കെ ജയനെ വല്ലാതെ സങ്കടപ്പെടുത്തി. നീ ഇങ്ങനെ ഇരുന്നാലോ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ജയൻ്റെ ഏട്ടൻ സുഗതൻ ചോദിക്കുമ്പോൾ ജയൻ എഴുന്നേറ്റ് മുഖം അമർത്തി തുടച്ചു. ജീവൻ്റെ അച്ഛൻ രാഘവൻ്റെ മുന്നിൽ വന്നു നിന്നു. എൻ്റെ മകൾ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. അവളുടെ സമ്മതം കൂടി ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറെടുത്തത്. പക്ഷേ അവസാന നിമിഷം ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് പറ്റിയ നാണക്കേടിന് പകരം തരാൻ എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ ഇളയ മകൾ മീനുവിനെ ജീവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. ജയൻ പറയുമ്പോൾ എല്ലാവരുടെയും നോട്ടം മീനുവിൻ്റെ നേർക്കായി. ജയൻ്റെ 2 മക്കളിൽ ഏറ്റവും ഭംഗി മീനുവിനാണ്. ജീവൻ്റെ നോട്ടവും അപ്പോഴാണ് മീനുവിലായത്. ഞാനിതിൽ എന്ത് പറയാനാണ് ജയ? എൻ്റെ മകൻ്റെ ജീവിതമാണ്. അതിൽ ഞാൻ ചാടിക്കയറി ഒരു അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അവൻ്റെ താല്പര്യം എന്താണോ അതനുസരിച്ച് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അവന് സമ്മതമാണെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. ഒരു വിവാഹം മുടങ്ങിയെന്ന് പറഞ്ഞ് ചാടിക്കയറി ചെയ്യാൻ പറ്റുന്നതല്ല മറ്റൊരു വിവാഹം. ഞങ്ങൾക്കുണ്ടായ നാണക്കേട് അത് മാറില്ല. എന്നോട് സമ്മതം ചോദിക്കുന്നതിന് മുമ്പ് അവളോട് സമ്മതം ചോദിക്ക്. എന്നെ വിവാഹം കഴിക്കാൻ അവൾക്ക് സമ്മതമാണോ എന്ന്. ജീവൻ്റെ ആ പറച്ചിലിൽ ജയൻ്റെ നേർക്കായിരുന്നെങ്കിലും നോട്ടം മുഴുവനും മീനുവിലായിരുന്നു. മീനു ഒന്നും മിണ്ടാതെ കണ്ണു നിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ നോട്ടം പോയത് അച്ഛൻ്റെ അടുത്തായി നിൽക്കുന്ന ആനന്ദൻ്റെ നേരെയായിരുന്നു. അപ്പച്ചിയുടെ മോനാണ്. എപ്പോഴോ തോന്നിയൊരിഷ്ടം. പക്ഷേ പരസ്പരം പറഞ്ഞിട്ടില്ല. എങ്കിലും അറിയാം. പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ അവസ്ഥയിൽ ഒന്നും പറ്റാത്തതുപോലെയാണ്. നിസ്സഹായനായി അവൾ കണ്ണു നിറച്ചപ്പോൾ അവളുടെ ആത്മസംഘർഷം മനസ്സിലാക്കിയ ആനന്ദൻ അവിടെ നിന്ന് മാറി. ചേച്ചിയെപ്പോലെ താനും കൂടി കണ്ണു തുറന്ന് മീനു നോക്കുമ്പോൾ അവനെ അവിടെ ഒന്നും കണ്ടില്ല. ചുറ്റുമൊന്ന് കണ്ണൊടിക്കുമ്പോൾ അവൾ അറിഞ്ഞു അവൻ മനഃപൂർവ്വം മാറിയതാണെന്ന്.
ദീർഘമായി ശ്വാസം ആഞ്ഞു വലിച്ചു. മോളെ, അച്ഛനെയും നമ്മുടെ കുടുംബത്തെയും ഇപ്പോൾ നിനക്കേ രക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് മോളിതിന് സമ്മതിക്കണം. അതോ നിന്റെ ചേച്ചിയെപ്പോലെ നിനക്കുമുണ്ടോ ഞങ്ങൾ അറിയാത്ത ഇഷ്ടം? ചോദിക്കുമ്പോൾ രാധ ഏങ്ങലുകൾ അടക്കി നിർത്തി. പറ മീനു. അവളില്ലെന്ന് തലകുലുക്കി. പിന്നെ നിനക്ക് ജീവനെ? അത്രയും പറഞ്ഞപ്പോൾ അവൾ മുഖമുയർത്തി നോക്കി. സമ്മതമാണെന്ന് പറയാതെ പറഞ്ഞു. ഇനിയും ആരുടെയും മുന്നിൽ തലകുലിച്ചു നിൽക്കാൻ ആ മനുഷ്യന് കഴിയില്ല. നീ കൂടി ഞങ്ങളെ ചതിച്ചാൽ. രാഘവൻ മീനുവിൻ്റെ അടുത്തേക്ക് വന്നു. ചേച്ചിക്ക് പകരമായി മോളെ എന്നല്ല. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി. ഇഷ്ടമില്ലാതെ രണ്ടുപേരെ തമ്മിൽ ഒന്നിപ്പിച്ച് ഒടുവിൽ നിന്റെ സങ്കടം കാണാൻ ഞങ്ങൾക്ക് വയ്യ. അതുകൊണ്ട് മോൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. സ്വന്തം മകളോടെന്ന പോലെ ആ മനുഷ്യൻ പറയുമ്പോൾ അവൾക്ക് നീനുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ആ കുടുംബത്തോട് ഈ വിധത്തിൽ ഒരു ചതി കാണിച്ചതിന്. എനിക്ക് സമ്മതമാണച്ചാ. പതുങ്ങിയുള്ള അവളുടെ ആ പറച്ചിൽ രാഘവൻ വ്യക്തമായി കേട്ടു. എന്തുകൊണ്ടും നീനുവിനേക്കാൾ ഇവൾ തന്നെയായിരിക്കും തൻ്റെ മകന് ചേരുന്നതെന്ന് ആ അച്ഛനും മനസ്സിലോർത്തു. ജീവൻ്റെ നേർക്ക് നോക്കുമ്പോൾ അവനും സമ്മതക്കുറവൊന്നുമില്ല. ബന്ധുക്കളിൽ അത്യാവശ്യം വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് രാഘവൻ അവരോടുകൂടി അഭിപ്രായം ചോദിച്ചപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ വിധിച്ചതെന്ന് പറഞ്ഞ് അവരും പൂർണ്ണ സമ്മതം നൽകി. പെട്ടെന്ന് തന്നെ നീനു മാറ്റിവെച്ച ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വധുവിനെ പോലെ ഒരുങ്ങി മീനുവിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിനിടയിൽ ആദ്യത്തെ മുഹൂർത്തം കഴിഞ്ഞു. പിന്നെ മുഹൂർത്തമൊന്നും നോക്കിയില്ല. നേരെ ചടങ്ങുകളിലേക്ക് തിരിച്ചു. ജയൻ്റെ കയ്യിൽ നിന്നും താലി വാങ്ങി ജീവൻ മീനുവിൻ്റെ കഴുത്തിൽ ചാർത്തി. പുടവ കൊടുപ്പും മോതിരം മാറ്റവും കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർമാർ പറയുന്നതിനനുസരിച്ച് ഫോട്ടോ എടുക്കുന്ന തിരക്കും ബഹളവുമായി. ഭക്ഷണം കഴിപ്പം കഴിഞ്ഞതോടെ പെണ്ണിന് പുറപ്പെടാനുള്ള സമയമായി. ഒരു ദിവസം തന്നെ 2 മക്കളുടെയും വിവാഹം 2 രീതിയിൽ നടന്നതോർത്തപ്പോൾ അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ അവർ ആ ചടങ്ങിന് സാക്ഷിയായി. പെണ്ണിനെയും കൊണ്ട് കാർ പുറപ്പെട്ടു. അതുവരെ കരയാതെ പിടിച്ചു നിന്നവൾ അച്ഛനും അമ്മയും കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ വിതുമ്പി കരഞ്ഞു. ജീവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്ന് തോന്നി. പക്ഷെ അവൾക്കത് ഇഷ്ടമായില്ലെങ്കിലോ എന്നോർത്ത് മിണ്ടാതെ ഇരുന്നു. ഇടയ്ക്ക് തോളിൽ ഭാരം തോന്നി അവൻ നോക്കുമ്പോൾ കണ്ടു തൻ്റെ തോളിൽ ചാഞ്ഞുറങ്ങുന്നവളെ. കരഞ്ഞു തളർന്ന് എപ്പോഴോ ഉറങ്ങിയതാണ്. എന്തായാലും ഇനിയും 2 മണിക്കൂർ കൂടി സമയമുണ്ട് വീട്ടിലെത്താൻ. അതുകൊണ്ട് തന്നെ അവൾ അല്പം കൂടി സൗകര്യം ഒരുക്കി കൊടുത്തു അവൻ ഉറങ്ങാനായി. കൈക്കുള്ളിൽ പൊതിഞ്ഞെടുത്ത് അവളെ മാറിൽ ചേർത്ത് പിടിച്ചു. പെണ്ണ് കാണാൻ ചെന്നപ്പോൾ തന്നെ ആദ്യം നോട്ടമുടക്കിയത് അവളിലായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അവൾ ഇളയതാണ്, മൂത്തതിനി ഒരാൾ കൂടി ഉണ്ടെന്ന്. പിന്നെ എന്തായാലും നീനുവിനെ കണ്ടിഷ്ടപ്പെട്ടു. പക്ഷെ അവളുടെ ഉള്ളിലെ ഇഷ്ടം മറ്റൊന്നായിരുന്നു എന്നറിഞ്ഞില്ല. എങ്കിലിങ്ങനെ ഒരു നാണക്കേടിന് നിന്നു കൊടുക്കില്ലായിരുന്നു. എന്തായാലും ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ അവൾ ഓടിച്ചോടുകയും മീനുവിനെ തനിക്ക് കിട്ടുകയും ചെയ്തു. അവനവൻ കഴിക്കേണ്ട അന്നത്തിൽ ഈശ്വരൻ പേര് കുറിച്ചു വച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ തനിക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇവളെയാണ്. അന്നേരം നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്നവളിലേക്ക് അവൻ്റെ നോട്ടം എത്തി നിന്നു. വീടെത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തോളിൽ കിടന്നുറങ്ങുന്നവളെ പതിയെ തട്ടി വിളിച്ചുണർത്തി. ആകപ്പാടെ പരിഭ്രമിച്ചാണ് അവൾ ഞെട്ടി ഉണർന്നത്. അപ്പോഴാണ് അവൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായാണ് തൻ്റെ ഉറക്കമെന്ന് തിരിച്ചറിഞ്ഞത്. വല്ലാത്ത ജാള്യത തോന്നി. സോറി, ഞാൻ അല്പം ഉറങ്ങിപ്പോയി. അതിനെന്താടോ? സാരമില്ല, താൻ ഇറങ്ങ്, നമ്മൾ വീടെത്തി. അപ്പോഴേക്കും അവളുടെ നോട്ടം പുറത്തേക്ക് പോയി. ആ വലിയ വീടും ചുറ്റും നിൽക്കുന്നവരെയൊക്കെ കണ്ടപ്പോൾ തന്നെ ഇനി അവർക്ക് തന്നെ ഇഷ്ടമായില്ലെങ്കിലോ എന്ന ഭയം അവളിലേക്ക് ഒരു നിമിഷം ഇരച്ച് കയറി. കാറിൽ നിന്നിറങ്ങിയവളെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. എൻ്റെ ഭവാനി, ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. എന്തായാലും പറയാതിരിക്കാനും തോന്നുന്നില്ല. ജീവൻ മോന് ആദ്യം നോക്കി വെച്ചിരുന്ന കൊച്ചിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ പെൺകുട്ടി തന്നെയാണ്. ആദ്യം നോക്കിയ പെൺകൊച്ചിന് അവനേക്കാൾ പ്രായമുള്ളതുപോലെ തോന്നും. പക്ഷേ ഇത് ഓലപ്പൊളി പോലെ ഒരു പെൺകുട്ടി. എന്തൊരു ഐശ്വര്യം അതിനെ കാണാൻ. നിന്റെ മരുമകളാകാൻ യോഗം ഈ പെൺകൊച്ചിനായിരുന്നു. നാവ് വളച്ചാൽ ദോഷം മാത്രം പറയുന്ന വകയിലെ അമ്മായിയുടെ അഭിപ്രായം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭവാനിയമ്മയുടെ മനസ്സ് നിറഞ്ഞു. കല്യാണ മണ്ഡപത്തിൽ വെച്ച് അത്രയൊക്കെ സംഭവം നടന്നതാണെന്നുള്ള ഭാവം ആരുടെയും മുഖത്തില്ലാതിരുന്നത് തന്നെ വലിയ സന്തോഷവും സമാധാനവും ആയിരുന്നു. നിലവിളക്ക് കൊടുത്ത് വലതുകാൽ വെച്ച് അവൾ അകത്തേക്ക് കയറുമ്പോൾ തൊട്ട് ചേർന്ന് തന്നെ ജീവനും ഉണ്ടായിരുന്നു. പാലും പഴവും കൊടുക്കുന്ന ചടങ്ങുകൾ കഴിഞ്ഞ് പെണ്ണിനെ ഡ്രസ്സ് മാറുന്നതിനായി ജീവൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആദ്യമായി കാണുന്ന ആൾക്കാരെയും മറ്റും കണ്ട് അവളൊന്ന് അമ്പരന്നു. എന്നാൽ എല്ലാത്തിനും ജീവൻ വളരെ സഹായമായി അവളോടൊപ്പം തന്നെ നിന്നു. ജീവൻ തന്നെ ആ കൊച്ചിന് റൂം കാണിച്ചു കൊടുക്കട്ടെ. ഒന്നുമില്ലെങ്കിലും ഇത്രയൊക്കെ സംഭവിച്ചതല്ലേ. അവർക്ക് തമ്മിൽ പരസ്പരം എന്തെങ്കിലും സംസാരിക്കാൻ കാണും. എന്നും ഉപദ്രവം മാത്രം ചെയ്യുന്ന അമ്മായിയിൽ നിന്നും തുടരെ തുടരെ മനസ്സിൽ ലഡ്ഡു പൊട്ടുന്ന പ്രവൃത്തികൾ കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ മനസമാധാനം തോന്നി. അമ്മായി പറഞ്ഞത് ശരിയാണ് ജീവ.
നീ മോളെയും കൂട്ടി മുകളിലേക്ക് പൊയ്ക്കോ. ഇന്നിനി റിസപ്ഷനും കാര്യമൊന്നുമില്ല. രണ്ടുപേരും നന്നായി റെസ്റ്റ് എടുക്ക്. അമ്മ കൂടി പറയുമ്പോൾ ജീവൻ മീനുവിനെയും കൂട്ടി മുറിയിലേക്ക് പോയി. ചേച്ചി വലതുകാൽ വെച്ച് കയറേണ്ട വീടാണ്. പക്ഷേ ആ യോഗം തനിക്കായി പോയി. അവരുടെ ആലോചനകളുടെ പോക്ക് ഏകദേശം എവിടേക്കാണെന്ന് ജീവനും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ അവൻ എല്ലാ കാര്യത്തിനും കൂടെ നിന്നു. താനിങ്ങനെ ടെൻഷൻ അടിച്ച് ബീപ്പ് കൂട്ടാതെടോ. ഇവിടെ ആർക്കും തന്നോട് ഒരു ദേഷ്യവുമില്ല. ജീവേട്ടന് പെട്ടെന്ന് എങ്ങനെ ചേച്ചിയുടെ സ്ഥാനത്ത് എന്നെ കാണാൻ കഴിഞ്ഞു? മീനുവിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ പറച്ചിലിന് മറുപടി അവളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമായിരുന്നു. ശരിക്കു പറഞ്ഞാൽ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ നീനുവിൻ്റെ ഭാഗത്തു നിന്ന് അത്ര താല്പര്യമില്ലായ്മ പ്രകടമായിരുന്നു. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടും അവൾ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചില്ല. എന്നാൽ ഞാൻ വിളിക്കുമ്പോഴാണെങ്കിലോ കോൾ എടുക്കില്ല. എന്നിട്ട് ചേച്ചി എപ്പോഴും ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് കാണുമ്പോൾ ഞാൻ കളിയാക്കും. അപ്പോൾ ചേച്ചി അത് ജീവേട്ടനാണെന്നാണല്ലോ പറഞ്ഞത്. മീനുവിൻ്റെ മറുപടി കേട്ടപ്പോൾ ജീവൻ ആദ്യം ഒന്ന് ഞെട്ടി. പിന്നെ അവൻ തൻ്റെ മൊബൈൽ എടുത്ത് അതിലെ കോൾ ഹിസ്റ്ററിയിൽ നിന്നും പലപ്പോഴായി നീനുവിൻ്റെ ഫോണിലേക്ക് വിളിച്ച കോളുകൾ കാണിച്ചു കൊടുത്തു. അതൊന്നും തന്നെ അവൾ അറ്റൻഡും ചെയ്തിരുന്നില്ല. കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് കരുതി. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് നന്നായി. ഒരുപക്ഷെ ഇഷ്ടമില്ലാതെ ഈ വിവാഹം നടന്നിരുന്നെങ്കിൽ മറിച്ച് എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് സത്യം പറയുമോ? തനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നോ? അതോ താനും ഇനി അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണോ? അങ്ങനെ ചോദിച്ചാൽ വ്യക്തമായ ഒരു മറുപടി എനിക്കില്ല ജീവേട്ട. കാരണം ചേച്ചിയുടെ വിവാഹത്തിന് ഒരു അനിയത്തി എന്ന നിലയിൽ അത്രയും സന്തോഷത്തോടെയാണ് ഞാൻ നിന്നത്. പക്ഷേ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. എന്തുകൊണ്ടോ ആനന്ദൻ്റെ കാര്യം പറയാൻ അവൾക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ പറയത്തക്ക ഒന്നുമുള്ളതായി അവൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അത് പറയാത്തതും. നമുക്ക് രണ്ടുപേർക്കും സമയം ആവശ്യമാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് നല്ല സുഹൃത്തുക്കളാകാം. അതിനുശേഷം പതിയെ പതിയെ പ്രണയിച്ചു തുടങ്ങാം. അതിനൊരു മൂളിച്ചയിൽ അവൾ മറുപടി ഒതുക്കി. എന്നാൽ ഈ വേഷമൊക്കെ മാറി ഒന്ന് ഫ്രഷായി വാ. ഞാൻ പുറത്ത് കാണും. അതിനുള്ളിലിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ നീനുവിന് വാങ്ങിയതാണ്. തനിക്കും പാകമാകുമെന്ന് തോന്നുന്നു. പറഞ്ഞുകൊണ്ട് ജീവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ മനസ്സിലുള്ള ഭാരമൊക്കെ ഇറക്കിയതുപോലെ തോന്നി മീനുവിന്. എല്ലാവരും അവളോട് അകൽച്ചയൊന്നുമില്ലാതെ വളരെ സന്തോഷത്തിലൂടെ കൂടിയാണ് പെരുമാറിയത്. അതുതന്നെ അവൾക്ക് ആശ്വാസമായിരുന്നു. രാത്രിയിൽ ചടങ്ങുകൾക്കൊന്നും കുറവ് വരുത്തേണ്ടെന്ന് പറഞ്ഞ് അമ്മ ഒരു സെറ്റുമുണ്ടുടുപ്പിച്ച് കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് റൂമിലേക്ക് പറഞ്ഞു വിട്ടു. വല്ലാത്ത നെഞ്ചിടിപ്പോടു കൂടിയാണ് അവൾ ആ പാലുമായി റൂമിലേക്ക് ചെന്നത്. ഫ്രഷായ റൂമിലേക്ക് വന്ന് ബെഡിൽ കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ ജീവൻ. അപ്പോഴാണ് വാതിൽ തള്ളി തുറന്ന് മീനു പാൽ ഗ്ലാസുമായി അകത്തേക്ക് കയറി വന്നത്. ഒരു നിമിഷം അവനെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളം വിറച്ചുപോയി. എന്നോ തൻ്റെ ഭാര്യാസങ്കല്പത്തിൽ കണ്ടവളുടെ അതേ രൂപത്തിലും ഭാവത്തിലും അവളെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് പറയുന്നതാവും സത്യം. ഒരു നിമിഷത്തെ അമ്പരപ്പ് മാറിക്കൊണ്ട് അവൻ വേഗം പുഞ്ചിരി അണിഞ്ഞു. അമ്മയും അമ്മായിയും ചേർന്ന് തന്നെ വേഷം കെട്ടിച്ചു അല്ലേ? അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങളൊക്കെ കലങ്ങി മറിയാൻ സമയമാകുമെങ്കിലും വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒന്നല്ലേ ഉണ്ടാകൂ. ഇതൊക്കെ അതിൻ്റെ ആദ്യത്തെ അനുഭവങ്ങളുമല്ലേ. അതുകൊണ്ട് ആചാരങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചില്ല. പാൽ ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി അല്പം കുടിച്ചുകൊണ്ട് തിരികെ ഏൽപ്പിക്കുമ്പോൾ ആചാരമാണ്. അതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇതിൽ നിന്നും അല്പം കുടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങാം. അവൻ ആ പറഞ്ഞത് മീനുവും അനുസരിച്ചു. ചിലപ്പോൾ ഈശ്വരൻ അങ്ങനെയാണ്. ചേരേണ്ടത് മാത്രമേ ചേർത്ത് വയ്ക്കുകയുള്ളൂ. അവരുടെ ജീവിതം ഇവിടെ തുടങ്ങുകയായി. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ, സ്റ്റോറി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.